നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു സാധാരണ ഒരാള് ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുന്നു. അയാളോട് വീട്ടിൽ പോയി ചോദിച്ചോന്ന് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു. ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയം പോട്ടെ, ഒരു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണത്. എന്ത് തോന്നുന്നു? അഹങ്കാരം. മൂന്നാം പിണറായി സർക്കാർ വരണോ? വേണ്ട. വേണ്ട. പിണറായി സർക്കാർ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ ഇത് നമ്മുടെ പൈസ, ശരിക്കും തരുന്നത് നമ്മുടെ പൈസ, നമ്മളെ നികുതി പൈസ ഒക്കെ അല്ലേ പാടോട്ട് പൈസ. അതിൽ നമുക്ക് ശരിക്കും പെൻഷൻ തരുന്നത്, അല്ലാതെ അവരുടെ പൈസയിലല്ലോ. നികുതി പണമല്ലേ അവര് നമുക്ക് പെൻഷനായിട്ട് അങ്ങനെ ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടില്ലാത്ത ഒരു നേതാവ് ഞാൻ പറയാറില്ല. അദ്ദേഹത്തിന്റെ എന്തൊക്കെയായാലും സുരേഷ് ഗോപി പല വേദികളിലും അയാൾക്ക് തുറന്നഴിച്ച് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പല പ്രതീക്ഷ നടത്തിയ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ആ പാർട്ടിയുടെ നേതാവ് തന്നെ ഇവിടെ സാധാരണക്കാരനെ അടിച്ചമർത്തി വീട്ടിൽ പോയി പറയാൻ പറയുകയാണ്. തികച്ചും അന്യായമായുള്ള ഒരു സംസാരമായി നടന്നത്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിലും പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രസംഗം കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എത്തി പ്രസംഗം നടത്തുന്നതിനിടയിൽ സാധാരണപ്പെട്ട ഒരു പൗരൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. ആ ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത് കേട്ട പാതി മുഖ്യമന്ത്രി പറയുകയാണ്, പോയി വീട്ടിൽ ചോദിച്ചോളാൻ. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായതിനെ എങ്ങനെയാണ് പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നതൊക്കെയാണ്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിറങ്ങിയതാണ്. എന്താണ് അവരൊക്കെ പറയുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ചേട്ടാ, വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണോ? ശ്രദ്ധിക്കാറില്ലേ? കഴിഞ്ഞ ദിവസേ മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്നതിനിടയിൽ ഒരു പരാമർശം നടത്തി. അതായത് ഒരു സാധാരണ ആള് ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ പോയി ചോദിച്ചോളൂ എന്നൊരു മറുപടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആ ഒരു സംഭവത്തിന് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ചേട്ടൻ നോക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കില്ല. അതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി കൂടെയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ഭരണം വരുമ്പോ ഇനി മാറും, ഭരണം മാറും. മൂന്നാം പിണറായി സർക്കാർ ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള രീതികളൊക്കെ കാണുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് ചേട്ടൻ നോക്കുന്നത്? ഇപ്പോഴും എന്താ പറയാനാ, മന്ത്രിയിരിക്കുന്നവരിങ്ങനെ പറയാൻ പാടില്ല. സാധാരണ ജനങ്ങൾക്ക് അവരൊക്കെ ചിന്തിക്കൂലേ ഓരോ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിന് മാറി വരണം. ഇനി വേറെ ആള് വരുമ്പോഴേ അതിനെ കുറിച്ച് പറയാൻ പറ്റൂ. കാണാറുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പും പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രചാരണത്തിനിടയിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കേട്ടവാദി വീട്ടിൽ പോയി ചോദിച്ചോളാൻ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ, മുന്നേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. വളരെ മോശമാണ്. വളരെ മോശമാണ്. ഇപ്പോ മുഖ്യമന്ത്രി അതിന് ന്യായീകരണം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കാൻ വന്ന സമയമാണ് ഇത്, എന്താണ്, പ്രസ് മീറ്റ് ഒന്നല്ലല്ലോ, അപ്പൊ ചോദ്യം ചോദിക്കേണ്ട സ്ഥലം ഇതല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. നമ്മൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ടല്ലോ, അവരൊന്നും ഇങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം മോശമായിട്ട്. ഇപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൂന്നാം പിണറായി സർക്കാർ വരണോ? വേണ്ട. ഒന്ന് ആലോചിച്ചു പോലും ഇല്ലല്ലോ. എന്താ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കൊരു വികസനം എന്ന് പറയാൻ ഇവിടെ ഒരു സംരംഭം ഉണ്ടായിട്ടില്ല. സംരംഭകർ പലരും ഇവിടുന്ന്, കേരളത്തിൽ നിന്ന് പലരും കൂടി പോയി. അതേപോലെ തന്നെ ഒരു വ്യവസായശാല ഇവിടെ ഉണ്ടായിട്ടില്ല. കാർഷിക വികസനം ഉണ്ടായിട്ടില്ല. വെറുതെ കുറേ കൃഷി വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് കൃഷി വകുപ്പിൻ്റെ പേരിൽ തീറ്റിപ്പോറ്റുന്നു ഗവൺമെൻറ് ജോലി കൊടുത്ത്. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഉള്ളതിനേക്കാളും ഇപ്രാവശ്യം കാർഷിക മേഖല ഇടിയുകയാണ് ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് കാർഷിക മാറ്റും വ്യവസായ മാറ്റും നമുക്കൊരു നേട്ടവും ഇല്ല. പിന്നെ കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പൊതു കടം, അതായത് ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അറിവ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരുന്നു. മോഹൻലാലുമായിട്ട് നടത്തിയിട്ട് അഭിമുഖത്തിന് 11 ലക്ഷം രൂപ ചെലവാണ്. അതാണ് 2 കസേര വാങ്ങിച്ചിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് ഇരുന്നേനാണോ? എന്തായാലും
മോഹൻലാൽ ഇതേപോലത്തെ ഗവൺമെൻറ് പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ ബസ്സിൻ്റെ ഒരു ഉദ്ഘാടനം. അപ്പം KSRTCയിലെ ബസ്സിന് ഇദ്ദേഹം പണം വാങ്ങിക്കാതെയാണ് ഓക്കെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പണം വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ 11 ലക്ഷമൊക്കെ അല്ല, ഇത് ഇപ്പോൾ മാത്രമല്ല, ഇതിന് മുന്നേയും ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ അഴിമതി പറഞ്ഞു ഓരോ ദിവസം മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കണം. മടുത്തു. അപ്പം അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രതീക്ഷിക്കുന്ന മാറ്റം? നല്ല പാർട്ടിക്കാർ വരട്ടെ, അത് അത്രേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും മത്സരിക്കുന്നവരിലെ ഒരു തമ്മിൽ ഭേദം എന്ന് തമ്മിൽ പറയുന്നത് ഭേദം തൊമ്മൻ BJP ആണ്. കാരണം വന്ദേ ഭാരത് പോലുള്ള നമ്മളൊരു 10-12 വർഷത്തിന് മുന്നേ നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണലിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ മോശം സാഹചര്യത്തിലാണ് കിടന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതേപോലെ തന്നെ റെയിൽവേ പാതകളാണെങ്കിലും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതുമാത്രമല്ല, നമുക്ക് വന്ദേ ഭാരത്, ഈ UPI, നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ സാധാരണ നമ്മുടെ മാർക്കറ്റുകളിൽ വരെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ റോഡുകൾ, ഹൈവേകൾ, ഇപ്പോൾ ഇവിടുന്ന് കന്യാകുമാരി വരെ പോകാൻ മുന്നേ നമുക്ക് തമിഴ്നാട് റോഡ് കയറണം നന്നായിട്ട്. റോഡ് കയറിയാലേ നമുക്ക് നല്ല റോഡ് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം റോഡുകൾ, ഹൈവേകൾ എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊരു ഗുണമായിട്ട് കാണുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ BJP. ദിവസേ നമ്മുടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തുന്നതിനിടയിൽ സാധാരണക്കാരനായ ഒരാള് ചോദ്യം ചോദിക്കുന്നു. എനിക്ക് ഒന്ന് ചോദിക്കാനുണ്ട്. അപ്പൊ പറഞ്ഞു ഇയാള് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അതെന്തായാലും തെറ്റാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടില്ലാത്ത ഒരു നേതാവ് ഞാൻ പറയാറില്ല. അദ്ദേഹത്തിന്റെ എന്തൊക്കെയായാലും സുരേഷ് ഗോപി പല വേദികളിലും അയാൾക്ക് തുറന്നഴിച്ച് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പല പ്രതീക്ഷ നടത്തിയ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ആ പാർട്ടിയുടെ നേതാവ് തന്നെ ഇവിടെ സാധാരണക്കാരനെ അടിച്ചമർത്തി വീട്ടിൽ പോയി പറയാൻ പറയുകയാണ്. തികച്ചും അന്യായമായുള്ള ഒരു സംസാരമായി നടന്നത്. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മറുപടി കൊടുത്തിരിക്കും. ഇന്നിപ്പോ CPI നേതാവ് ബിനോയ് വിശ്വത്തിനോട് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോ അതിന് മാധ്യമങ്ങൾക്ക് മറുപടിയേ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇവരെല്ലാം കൂടെ ആലോചിച്ചുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. 10 വർഷം അവർ ഭരിച്ചു, വീണ്ടും 5 വർഷം ഭരിക്കാനും കിട്ടിയാൽ ഭരിക്കട്ടെ, അതൊക്കെയാണ്. പക്ഷെ ഈ വരുന്ന ഫേസ് ടു ഫേസ് നേരിടുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പൊ നമ്മളൊരു പാർട്ടിയും പൊക്കിയോ താടിയോ പറയല്ല. ഇപ്പൊ കേന്ദ്രത്തിലായാലും ഇവിടെ സെൻട്രലായാലും ഭരിക്കുന്നവരെല്ലാം ഒരേ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും. ഇവിടെ സാധാരണക്കാരന് ഒരു വെൽഫെയറോ ഒന്നും കിട്ടുന്നില്ല. നാച്ചുറലായിട്ട് വരുന്ന ഡെവലപ്മെന്റ് മാത്രമാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. LDF സർക്കാർ പറയുന്ന വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ, വാർത്ത കേൾക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ? നേട്ടം ഉണ്ടാവുന്നുണ്ട്, കുറച്ചധികം നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യ വികസിക്കുമ്പോൾ അതിന്റെ കൂടെ കേരളം വികസിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പിണറായിയുടെ പവറാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഒരു 3ാം പിണറായി സർക്കാർ എന്നുള്ളതാണ് LDFന്റെ അവകാശവാദം. മതജാതി കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് വോട്ടുകൾ പറയാൻ പറ്റത്തില്ല. മൂന്നാമൊന്ന് വരാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതീക്ഷമായിട്ടിരുന്ന അടുത്തും ഭരണം പിടിക്കാനുള്ള തന്ത്രമായിരിക്കും അവർക്കുള്ളത്. ഇനി ഭരണത്തിലേറി കഴിഞ്ഞാൽ അവരെ എല്ലാവരും വിട്ടുപോകും. എങ്ങനെയാണ് ബംഗ്ലാദേശ് സംഭവിച്ചത് അതേപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പേടിയുണ്ടോ ഒരു മലയാളി എന്ന നിലയിൽ? ഇല്ല, ഞാനൊരു എക്സ് സർവീസ്മെൻ ആയിരുന്നു, അതുകൊണ്ട് പേടിയില്ല. പക്ഷെ ജാഗ്രത വേണം. ജാഗ്രത വേണം. പ്രചാരണങ്ങളുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു സാധാരണ ഒരാള് ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുന്നു. അയാളോട് വീട്ടിൽ പോയി ചോദിച്ചോന്ന് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു. ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയം പോട്ടെ, ഒരു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണത്. എന്ത് തോന്നുന്നു? അഹങ്കാരം ആണ്. പക്ഷെ എനിക്ക് വാർത്തയൊന്നും ഞാൻ അധികം കാണാറില്ല. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ഒരു സാധാരണക്കാരായ ഒരാള് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിച്ചോന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചു? അങ്ങനെ ഒരു മറുപടി അത് ശരിയാണോ തെറ്റാണോ? അത് സാധാരണക്കാരായ നമ്മൾ ഉൾപ്പെടുന്ന ആളുകളോടാണല്ലോ എന്നുള്ള മറുപടി പറയുന്നത്. അപ്പൊ എന്താ തോന്നുന്നത്? അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റാണ്. എന്തായിരുന്നാലും അതിനൊരു ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു മറുപടി കൊടുക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ ഒരു അത് ഞാൻ കണ്ടില്ല എന്തോ, പക്ഷെ അത് ശരിയല്ല. അങ്കിള് കണ്ടായിരുന്നോ? വാർത്ത കാണാറുണ്ടോ? ഇത് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകയിൽ നിന്ന് വരുന്ന വാക്കാണ്. കാരണം വേറെ പുരുഷ രീതിയിൽ സംസാരിച്ചത്, വേറെ പുരുഷ രീതിയിലുള്ള മറുപടി കൊടുത്തത്.
പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഒരു അല്പെങ്കിലും വിവരമുണ്ടെങ്കിൽ പറയില്ല. പക്ഷെ എങ്ങനെ പറഞ്ഞതോ, കാരണം തീരെ തരം താഴ്ന്നു പോയി. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. വീണ്ടും ഒരു പിണറായി സർക്കാർ വരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവിടെ ഭയങ്കര അഹങ്കാരമായിരുന്നു. വരില്ല, കാരണം ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. മൂന്നാമതൊരു പിണറായി സർക്കാർ വരും തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്താണ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷെ അവരതല്ല പൈസ, അവരെ പൈസ ജനങ്ങളെ പൈസകള്. പിണറായി സർക്കാർ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ ഇത് നമ്മുടെ പൈസ, ശരിക്കും തരുന്നത് നമ്മുടെ പൈസ, നമ്മളെ നികുതി പൈസ ഒക്കെ അല്ലേ പാടുപെട്ട പൈസ. അതിൽ നമുക്ക് ശരിക്കും പെൻഷൻ തരുന്നത്, അല്ലാതെ അവരുടെ പൈസയിലല്ലോ. അത് പറഞ്ഞത് നികുതി പണമല്ലേ അവര് നമുക്ക് പെൻഷനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേതാക്കന്മാരുടെ രീതികളും ശൈലികളും ഒക്കെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മറുപടി ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ നൽകുമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പിണറായി സർക്കാരിന്റെ ഭരണം തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരികയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.